നമുക്ക് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നൊരു ബിരിയാണിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഷാഹി ചിക്കൻ ബിരിയാണി. നമ്മുടെ ഷെഫ് വിഷ്ണുവിൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളപ്പോൾ ഒരു ഫുൾ ചിക്കൻ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ഒന്ന് തേച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോക്കും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അരിയുമാണ് ഈ കാണുന്നത്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമുക്ക് കുരുമുളകും ഒന്ന് അരച്ചെടുക്കാം മിക്സിയിൽ. നമ്മൾ വേവിച്ച ചിക്കൻ ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊരു വലിയ പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച പേസ്റ്റ് അതിലേക്കിടാം. കുറച്ച് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, നമുക്ക് നേരത്തെ മുറിച്ച് വെച്ച പീസുകളൊക്കെ അതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം. എരിവിനനുസരിച്ച് ആവശ്യമുള്ള മുളക് പൊടി, ഗരം മസാല. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഷാഹി ബിരിയാണി മസാലയാണ്, എവറസ്റ്റിൻ്റെ. അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് നമുക്ക് കുറച്ച് തൈരും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം, ചിക്കൻ ഒന്ന് മുങ്ങാനുള്ള പാകത്തിന്. എന്നിട്ടൊന്ന് തല വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ബിരിയാണി റൈസ് ഇടാം. ബിരിയാണി റൈസ് ഇട്ടിട്ട് റൈസ് വേവാനായിട്ട് നമ്മൾ സ്റ്റോക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. റൈസൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടാം. കറുവപ്പട്ട, കുറച്ച് ഗ്രാമ്പൂ, അതുപോലെ തന്നെ ബേ ലീവ്സ്. ഇതൊക്കെ ഒന്ന് മണമെല്ലാം ഒന്ന് കൂടാനായിട്ടാണ്. ഇപ്പോൾ ബിരിയാണി അടക്കം വേകുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നെയ്യിലൊന്ന് ചൂടാക്കി വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഷാഹി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഒരു ബൗളിലാക്കി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാനെടുക്കാം. ഇത് അധികം സ്പൈസി ഒന്നും അല്ലാത്ത ഒരു മന്തി ടൈപ്പ് ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. ഫുഡുകൾക്കൊക്കെ കഴിക്കാൻ എരിവ് കുറവേണ്ട കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. താങ്ക് യു.